ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ വായനകൾ ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. അതിൽ കാതലായി നിലകൊള്ളുന്നത് സ്നാപക യോഹന്നാൻ്റെ ശക്തമായ പ്രഖ്യാപനമാണ്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതൊരു വെറും പരിചയപ്പെടുത്തലല്ല, മറിച്ച് യേശു ആരാണെന്നും അവിടുത്തെ ദൗത്യം എന്താണെന്നുമുള്ള വെളിപ്പെടുത്തലാണ്. ക്രിസ്തു ആരാണെന്നും അവിടുന്ന് എന്തിനു വേണ്ടി വന്നുവെന്നും സഭയ്ക്ക് നൽകപ്പെട്ട ആഴമേറിയ ഒരു സംഗ്രഹമാണ് ഈ ഒറ്റ വരിയിൽ വെളിപ്പെടുന്നത്. ഈ വാക്കുകൾ സുവിശേഷത്തിൽ മാത്രമല്ല പ്രഘോഷിക്കപ്പെടുന്നത്, ഓരോ ദിവ്യബലിയിലും അവ പ്രതിധ്വനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്തു രഹസ്യം മുഴുവനും സംഗ്രഹിക്കുന്ന ഈ വാക്കുകൾ അവിടുത്തെ ജനമെന്ന നിലയിലുള്ള നമ്മുടെ വ്യക്തിത്വത്തെ നിർവചിക്കുകയും ചെയ്യുന്നു. ഒന്നാമതായി, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യേശുവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിക്കുമ്പോൾ പഴയ നിയമത്തിലെ അതിസമ്പന്നമായ ചിത്രങ്ങളാണ് യോഹന്നാൻ വരച്ചു കാട്ടുന്നത്. ഒന്നാമതായി, ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച പെസഹ കുഞ്ഞാട്. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ മോചന രാത്രിയിൽ ഓരോ ഭവനവും ന്യൂനമറ്റ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കാനും അതിൻ്റെ രക്തം വാതിൽപ്പടിയിൽ പൂശാനും മാംസം ഭക്ഷിക്കാനും ദൈവം കൽപ്പിച്ചു. കുഞ്ഞാടിൻ്റെ രക്തം സംഹാരദൂതനിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകി. മാംസം യാത്രയ്ക്കുള്ള ശക്തി ഇസ്രായേൽ ജനതയ്ക്ക് നൽകി. അവിടെ കുഞ്ഞാട് പോരാടുന്നില്ല, അത് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. പകരമായി നൽകുന്ന ബലിയിലൂടെയാണ് ഇസ്രായേൽ ജനത്തിന് ജീവൻ ലഭിക്കുന്നത്. യേശു ഈ ചിത്രത്തെ പൂർണ്ണമായി അന്വർത്ഥമാക്കുന്നു. അവിടുന്ന് കളങ്കമില്ലാത്തവനാണ്. അവിടുത്തെ രക്തം മനുഷ്യരാശിയെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുത്തെ ശരീരം വിശുദ്ധ കുർബാനയിൽ സത്യമായ ഭക്ഷണമായി തീരുന്നു. പെസഹ സമയത്താണ് അവിടുന്ന് ബലിയർപ്പിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രഖ്യാപിച്ചത്, നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത്, പുറപ്പാടിൽ ഇസ്രായേലിനെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ ലോകത്തെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ് യേശു എന്നാണ്. രണ്ടാമതായി, കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ മൗനമായി സഹിച്ച ദൈവദാസന്റെ ചിത്രം. യെശയ്യാ പ്രവചനം ഇപ്രകാരം പറയുന്നു, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചു. ഈ വചനങ്ങൾ യഹൂദരുടെ പ്രതീക്ഷ തകിടം മറിച്ചു. ഇസ്രായേൽ ജനതയെ കുഴപ്പത്തിലാക്കി. അധികാരത്തിലൂടെയല്ല, മറിച്ച് സഹനത്തിലൂടെ എങ്ങനെ രക്ഷ സാധ്യമാകും എന്നായി അവരുടെ ചിന്ത. എന്നാൽ ക്രിസ്തു അത് പൂർത്തിയാക്കുന്നതാണ് പിന്നീട് നാം കാണുന്നത്. പീലാത്തോസിനും കുറ്റാരോപകർക്ക് മുന്നിൽ നിശബ്ദനായി അവൻ നിന്നു. നിരപരാധിയായിട്ടും ശിക്ഷിക്കപ്പെട്ടു. തിരിച്ചടിക്കാതെ പാപം വഹിച്ചു. അനുസരണത്തിലൂടെയും സ്നേഹത്തിലൂടെയും വീണ്ടെടുപ്പ് നൽകി. വിശുദ്ധ പത്രോസ് യേശയ്യായുടെ വചനങ്ങൾ ക്രിസ്തുവിനോട് ചേർത്ത് പറയുന്നു, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശു സഹനത്തെ ഒഴിവാക്കുകയല്ല ചെയ്തത്, അവിടുന്ന് സഹനത്തിലേക്ക് പ്രവേശിച്ച് അതിനെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. മൂന്നാമതായി, ജനങ്ങളുടെ പാപപരിഹാരത്തിനായി ദിവസവും ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ടിരുന്ന ബലിമൃഗം. ജെറുസലേം ദേവാലയത്തിൽ ജനങ്ങളുടെ പാപപരിഹാരത്തിനായി ദിവസവും 2 കുഞ്ഞാടുകളെ ബലിയർപ്പിച്ചിരുന്നു, ഒന്ന് രാവിലെയും ഒന്ന് വൈകുന്നേരവും. ആ ബലികൾക്ക് പരിമിതികളുണ്ടായിരുന്നു. ദിവസവും ആവർത്തിക്കപ്പെട്ടുവെങ്കിലും പാപത്തെ പൂർണ്ണമായി നീക്കാൻ അതിന് കഴിഞ്ഞില്ല. അവ താൽക്കാലികമായിരുന്നു. അവ ബാഹ്യമായ ശുദ്ധീകരണം നൽകി, പക്ഷേ ആന്തരികമായി ഒന്നും ചെയ്തില്ല. അവ അനന്തമായി ആവർത്തിക്കേണ്ടി വന്നു. എന്നാൽ യേശു എല്ലാം മാറ്റിമറിക്കുന്നു. അവിടുന്ന് ഒരേയൊരു ബലി എന്നേക്കുമായി അർപ്പിച്ചു. അവിടുത്തെ ബലി പാപങ്ങളെ യഥാർത്ഥമായി ക്ഷമിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഇത് സാധ്യമാവുകയാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിച്ചത്, ക്രിസ്തുവിൻ്റെ ബലിയും വിശുദ്ധ കുർബാനയുടെ ബലിയും ഒരേ ബലിയാണ്. ജെറുസലേം ദേവാലയത്തിൽ ദിവസവും ആവർത്തിക്കപ്പെട്ടത്
ഇപ്പോൾ ക്രിസ്തുവിൽ നിത്യമായി ഫലദായകമാകുന്നു. പ്രിയപ്പെട്ടവരെ, യേശു മറ്റൊരു പ്രവാചകനല്ല. ദൈവം തന്നെ നൽകിയ നിർണായകമായ രക്ഷ കൊണ്ടുവരുന്ന സത്യമായ കുഞ്ഞാടാണ് അവിടുന്ന്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, അറുക്കപ്പെട്ടവനെങ്കിലും എന്നേക്കും ജീവിക്കുന്ന ആ കുഞ്ഞാട് നമുക്ക് നേടാൻ കഴിയാത്തത് രക്ഷ നമുക്ക് നൽകാനായി തനിക്കില്ലാത്തത് പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്തു. മറ്റ് മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദൈവിക സങ്കല്പങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ വ്യത്യസ്തമാക്കുന്നതും ഇതാണ്. മറ്റുള്ളവർ പാപികളെ ശിക്ഷിക്കുന്ന ദൈവത്തെ പറയുകയും ആ ദൈവത്തിൽ വിശ്വസിക്കാത്തവരെ കൊല്ലാനും ആഹ്വാനം ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടി പാപങ്ങൾ വഹിക്കുകയും സ്വയം മരണം വരിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ചോദിക്കുന്നതും നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് എന്ന്. രണ്ടാമതായി, ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. രക്ഷയുടെ വ്യാപ്തി വിളിച്ചറിയിക്കുന്നതാണ് ഇത്. യോഹന്നാൻ പാപങ്ങൾ എന്നല്ല, മറിച്ച് ലോകത്തിൻ്റെ പാപം എന്നാണ് പറയുന്നത്. ഇത് പാപത്തിൻ്റെ ആഴമേറിയ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പാപങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിഗത പ്രവൃത്തികളെയാണ്. എന്നാൽ പാപം എന്ന് പറയുന്നത് ആഴത്തിലുള്ള സാർവത്രികമായ തകർച്ചയെയും ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ അകൽച്ചയെയും സൃഷ്ടിയുടെ ഹൃദയത്തിൽ സംഭവിച്ച തകർച്ചയെയുമാണ് സൂചിപ്പിക്കുന്നത്. യേശു രണ്ടിനെയും നേരിടുന്നു. എന്നാൽ ആദ്യം അവിടുന്ന് ലോകത്തിൻ്റെ വേരിനെയാണ് സുഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് വെറുമൊരു അധ്യാപകനല്ല, മറിച്ച് കുഞ്ഞാടാകുന്നത്. യേശു പാപത്തെ മൂടിവെക്കുകയല്ല ചെയ്യുന്നത്, അവിടുന്ന് അത് എടുത്തു മാറ്റുന്നു. നമ്മുടെ മുറിവേറ്റ മാനുഷികാവസ്ഥയിൽ പൂർണ്ണമായി ഇറങ്ങി വന്ന് അവിടുന്ന് അതിനെ കുരിശിലേക്ക് വഹിക്കുന്നു. അവിടുത്തെ ദൗത്യം സാർവത്രികമാണ്, മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ളതാണ്. ആരും അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. അവിടുത്തെ കരുണയ്ക്ക് അതീതമായ ഒരു പാപവുമില്ല. ക്രിസ്തുമതം എന്നത് കേവലം ഒരു ധാർമ്മിക നിയമമല്ല, മറിച്ച് രക്ഷയുടെ ദാനമാണെന്ന് ഈ സുവിശേഷം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. രക്ഷ എന്നത് ദൈവവുമായുള്ള കൂട്ടായ്മയുടെ പുനഃസ്ഥാപനമാണ്. ക്രിസ്തു നമുക്കായി ചെയ്തത് സ്വീകരിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സത്യം നമുക്ക് നൽകുന്ന 3 പാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വിശ്വാസം എന്നത് കൂടുതൽ കഠിനമായി പരിശ്രമിക്കുക എന്നതല്ല, മറിച്ച് ക്രിസ്തുവിനെ നമ്മെ സൗഖ്യമാക്കാൻ അനുവദിക്കുക എന്നതാണ്. ധാർമ്മികമായ പൂർണ്ണത കൊണ്ടല്ല, ദൈവകൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. രണ്ടാമതായി, എളിമ. നമുക്ക് സ്വയം രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ഉപദേശകനെയല്ല, ഒരു രക്ഷകനെയാണ് ആവശ്യം. ആ രക്ഷകൻ ക്രിസ്തുവാണ്. മൂന്നാമതായി, ദൗത്യം. കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം എടുത്തുമാറ്റി കഴിഞ്ഞു എന്ന് പ്രഘോഷിക്കാനാണ് സഭ നിലനിൽക്കുന്നത്. ഈ ദാനം തിരിച്ചറിയാനും സ്വീകരിക്കാനും ജനങ്ങളെ സഹായിക്കുക എന്നതാണ് നമ്മുടെ കടമ. പ്രിയപ്പെട്ടവരെ, നാം ശ്രവിച്ച ഇന്നത്തെ സുവിശേഷം അൾത്താരയിൽ നമ്മുടെ പ്രാർത്ഥനയായി മാറുന്നു. ഓരോ വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് വൈദികൻ ഉയർത്തുന്ന തിരുവോസ്തിയിലേക്ക് നോക്കി ഈ സുവിശേഷം കേൾക്കേണ്ടതുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ നാം എളിമയോടും വിശ്വാസത്തോടും കൂടെ ഏറ്റുപറയുന്നു, കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന്. നമുക്കായി ബലിയാടായി കുഞ്ഞാടായ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ ശിഷ്യരാവുക എന്നതാണ് നമ്മുടെ ദൗത്യം. നമ്മിലേക്കല്ല, ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുക. വിശ്വാസത്തിൽ അവനെ തിരിച്ചറിയുക. വാക്കിലൂടെയും ജീവിതത്തിലൂടെയും അവന് സാക്ഷ്യം നൽകുക. ഈ ബലിയർപ്പണത്തിന് ശേഷം നാം തിരികെ പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലും കൂദാശകളിലും ദരിദ്രരിലും വേദനിക്കുന്നവരിലും യേശുവിനെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. യോഹന്നാനെ പോലെ നമ്മുടെ ജീവിതവും നിശബ്ദമായി എന്നാൽ വ്യക്തമായി പ്രഖ്യാപിക്കട്ടെ, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.